ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദന വീട്ടിൽ നിന്ന് വേദയും വിക്രമും കൂടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് വേദയും വിക്രമും കൂടിയിട്ട് പോകുന്നത് അനിയൻകുട്ടൻ്റെ അടുത്തേക്കാണ്. അവിടെ ചെല്ലുന്ന സമയത്താണ് കുറച്ച് ഗുണ്ടകളൊക്കെ വന്നിട്ട് അനിയൻകുട്ടനെ പൊക്കിക്കൊണ്ട് പോകുന്നത്. ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് വിക്രമും വേദയും അവിടേക്ക് എത്താണ്. അങ്ങനെ വിക്രമും വേദയും കൂടിയിട്ട് അവരൊക്കെ അടിച്ചു ഒതുക്കാണ് കേട്ടോ. വിക്രമും മാത്രമല്ല വേദയും കൂടെ കൂടുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ വേദന കൊണ്ട് പറ്റുന്നത് പോലെ അടിച്ച് മാറ്റുന്നുണ്ട്. അതുപോലെ ജോസഫും രാജേട്ടനും എല്ലാവരും കൂടിയിട്ട് ഗുണ്ടകളൊക്കെ അടിച്ചു ഓടിക്കുകയാണ്. എന്നിട്ട് അനിയൻകുട്ടൻ അവരെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങാണ്. അപ്പം അനിയൻകുട്ടനും ഇങ്ങനെ പറയുന്നത് പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വിക്രം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ജോസഫിനോട് രാജേട്ടനോട് പറയാണ്. അപ്പം ഇനി എന്തായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല, മാത്രമല്ല അനിയൻകുട്ടൻ്റെ ജീവനിന് ഭീഷണി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അനിയൻകുട്ടനെ നിങ്ങളെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നിങ്ങൾക്കും കൂടിയിട്ട് അത് പ്രശ്നമാണെന്ന് പറയും. കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയുന്നവരെ അനിയൻകുട്ടനും ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്നിട്ട് അവർ 3 പേരും കൂടിയിട്ട് ആ നാട്ടിൽ നിന്ന് പോവുകയാണ്. ഇതേ സമയം പോലീസുകാരൊക്കെ വന്നിങ്ങാണ്ട് രാജേട്ടനെയും ജോസഫിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ ആൾക്കാർ അവരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വേദയും വിക്രമാണെന്നുണ്ടെങ്കിൽ ഒരു ലോറിക്ക് കൈ കാണിച്ച് നിർത്താണ്. അങ്ങനെ ലോറിയിൽ കയറിയിട്ടാണ് വിക്രമും വേദയും അതുപോലെ തന്നെ അനിയൻകുട്ടനും കൂടെ പോകുന്നത്. അപ്പോൾ രാജേട്ടനെയും അതുപോലെ ജോസഫിനെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് വിക്രം എവിടേക്കാണ് പോയതെന്നൊക്കെ പോലീസും ശ്രീകാന്തൊക്കെ ചോദിക്കുന്നുണ്ട്.